വിശ്വപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാകും. വഞ്ചിപ്പാട്ടിന്റെ ഈരടികളാൽ ഇനിയുള്ള ദിനങ്ങൾ ക്ഷേത്ര പരിസരവും പമ്പാതീരവും ഭക്തിസാന്ദ്രമാകും. പള്ളിയോട സേവാ സംഘത്തിന് നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യ അതിഥിയാവും. മിഥുൻ മുരളിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. മിഥുനെ, എന്തായാലും 12:30 തന്നെ ഉദ്ഘാടനം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ആരിശ്രീ, ഇനിയുള്ള ദിവസങ്ങൾ ആറന്മുള ദേശത്തിന്റെ വിശ്വാസ പെരുമയുടെ ഏറ്റവും മഹത്തരമായ ദിവസങ്ങളാണ്. വിശ്വപ്രസിദ്ധമായ ലോകപ്രശസ്തമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. വിശ്വാസ പാരമ്പര്യവും ഒപ്പം തന്നെ ആചാരപ്പെരുമയും എല്ലാം സന്നിവേശിക്കുന്ന ആറന്മുളയുടെ ആ മണ്ണ് ഇനിയുള്ള ദിവസങ്ങൾ സെപ്റ്റംബർ 16 വരെയുള്ള ദിവസങ്ങൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികൾക്കൊപ്പം ഭക്തിസാന്ദ്രമായി മാറുന്ന നിമിഷങ്ങളിലേക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ മാറുകയാണ്. ഭക്തിസാന്ദ്രം ഒപ്പം ആചാരപ്പെരുമ എല്ലാം ഒത്തുചേരുന്ന ദിവസങ്ങളിലേക്ക് ആറന്മുള മാറുമ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ക്ഷേത്രത്തിൽ പൂർത്തിയായിരിക്കുന്നു. 51 കരകൾ ഇനി മുതലുള്ള ദിവസങ്ങൾ വഞ്ചിപ്പാട്ടിൻ്റെ ആവേശത്തിലേക്ക് മാറും. വഞ്ചിപ്പാട്ടിൻ്റെ ആവേശത്തിനൊപ്പം ആചാരപ്പെരുമയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസ പാരമ്പര്യങ്ങളുമൊക്കെയായി ആറന്മുള ദേശം അങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ മാറുകയാണ്. ഇപ്പോൾ പള്ളിയോട സേവാ സംഘത്തിൻ്റെ ഫുഡ് കമ്മിറ്റി കൺവീനർ കൃഷ്ണകുമാർ, പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ ജനം ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ആറന്മുള ദേശത്തിനെ സംബന്ധിച്ചിടത്തോളം അതിമഹത്തരമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ്. എന്തൊക്കെയായി ഒരുക്കങ്ങൾ? ആറന്മുളയുടെ ഓണം വരവറിയിച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഈ വള്ളസദ്യയുമായി തുടങ്ങുന്നത്. ആറന്മുള ദേശത്തിൻ്റെ പോലെ നാനാദേശത്തു നിന്നുള്ള ആൾക്കാർ ആറന്മുളയിലേക്ക് ഇനി ഒഴുകിയെത്തിയാണ്. അത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആറന്മുള പ്രസിദ്ധമായത് ആറന്മുള കണ്ണാടിയാണ്. അതുപോലെ തന്നെ ആറന്മുള വള്ളംകളി, ആറന്മുള വള്ളസദ്യ, തൃട്ടാതി വള്ളംകളി. അപ്പോൾ ആറന്മുള വള്ളസദ്യ എന്ന് പറയാൻ ആചാര അനുഷ്ഠാനത്തിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും രുചിയുടെ അങ്ങേയറ്റത്തെ മനുഷ്യനെ എത്തിക്കുന്ന, ലോകത്തേക്ക് എത്തിക്കുന്ന 64 കൂട്ടം വിഭവങ്ങളുള്ള, അതും ഭഗവാന്റെ നാമത്തിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ ആചാരത്തിൽ വിളിച്ചു ചോദിക്കുന്ന ഒരു വലിയ എന്ന് പറഞ്ഞാൽ അതൊരു ആചാരത്തിലും അനുഷ്ഠാനത്തിലും നിബിഡമായ ഒന്നാണ് ഈ ആറന്മുള വള്ളസദ്യ. അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണ്. ഇപ്രാവശ്യം ഞങ്ങളുടെ ഒരു 500-ൽ പരം വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നിരന്തരമായി ഭഗവാന്റെ ഇതിന് വേണ്ടിയിട്ട് പ്രീതി ലഭിക്കുവാനും ഭഗവാന്റെ അഭീഷ്ട സിദ്ധിക്കായി ഓരോ ഭക്തജനങ്ങളും നേരുന്നതാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ വള്ളസദ്യ ഒരു വഴിപാടാണ്. അത് സമയത്ത് ചിലർ വിചാരിക്കുന്ന ഇത് അന്നദാനമാണെന്ന്. അന്നദാനമല്ല, ഇതൊരു വഴിപാടാണ്. അപ്പോൾ ആ ഭക്തൻ അവരുടെ വള്ളത്തിനും അതിൻ്റെ വിളിക്കുന്ന പ്രത്യേക ആൾക്കാർക്ക് നേരം. അപ്പം അതിനുവേണ്ടി പാസ് എടുത്തുകൊണ്ടായിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം നിയന്ത്രിച്ചിട്ടുണ്ട്. 10 വള്ളസദ്യകൾ ക്ഷേത്രത്തിനകത്തും ബാക്കി 8 എണ്ണം ക്ഷേത്രത്തിന് പുറത്തുമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വേറൊന്നും സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 84 ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇപ്രാവശ്യം 60 ദിവസമായി. കാരണം പള്ളിയോടങ്ങളൊക്കെ വെള്ളത്തിൽ കിടക്കുവാനും അത് കൂടുതൽ വെയിൽ കൊള്ളും, മഴ കൊണ്ടും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അതും ഒക്കെ നേരിടുന്നതുകൊണ്ട് ഞങ്ങളത് ഇപ്രാവശ്യം കുറച്ചുകൊണ്ട് ഇപ്രാവശ്യം ഡെയിലി ഒരു 10 മുതൽ 16 വള്ളസദ്യ വരെ ഡെയിലി ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം നമ്മുടെ ക്ഷേത്രങ്ങളിൽ കുറവാണെങ്കിലും അതിൻ്റെ ഇപ്രാവശ്യം ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്ന് അതിന് വേണ്ട കൈകഴുകാനുള്ള ടാപ്പുകൾ വർദ്ധിപ്പിച്ചു, കുടിവെള്ളത്തിൻ്റെ ടാങ്ക് റെഡിയാക്കി, പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി, ആറ്റിലേക്ക് ഇറങ്ങാനുള്ള വേറൊരു വഴിയും കൂടെ റെഡിയാക്കി. അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ നമ്മുടെ ഈ കാണുന്ന പന്തലിലേക്ക് ഇപ്പം 6 സദ്യ ഇതായിട്ട് തിരിച്ച് അവിടെ സദ്യ നടക്കുന്നത്. അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം ക്ഷേത്രത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എങ്ങനെയാണ്? ഇന്ന് രാവിലെ ഇന്ന് 10ഓളം പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. അപ്പം ആ വള്ളങ്ങൾ ആദ്യം വരുന്ന പള്ളിയോട സേവാ സംഘം പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ വെറ്റപോലെ വന്ന് സ്വീകരിച്ച് അവർ ക്ഷേത്രത്തിലേക്ക് അനയിച്ച്, അപ്പോൾ കരക്കാർ നേരത്തെ ഈ വഴിപാട് നേർന്ന ഭക്തൻ ഈ വള്ളം കിടക്കുന്ന സ്ഥലത്ത് പോയി ഭഗവാന്റെ പൂജിച്ച മാലയും മറ്റു കാര്യങ്ങളും കൊടുത്ത് ആ വള്ളം തിരിച്ച് ക്ഷേത്രക്കടവിൽ എത്തുമ്പോൾ നമ്മുടെ അഷ്ടമംഗല്യ വിളക്കോടുകൂടി നാദസ്വരത്തിൻ്റെ മേളത്തോടുകൂടി അതായത് സ്വീകരിച്ച് ക്ഷേത്രവലം വെച്ച് പാടി നേരെ നമ്മുടെ സദ്യാലയത്തിലേക്ക് പ്രവേശിച്ച് അവരെ ഇരുത്തി ഭഗവാന് ചോദിക്കുന്ന പോലെ വിളമ്പി കൊടുത്ത് എന്താണോ കരക്കാർ ചോദിക്കുന്നത് നമ്മൾ ഇത്ര നിശ്ചയിച്ചിട്ടുണ്ട്, ആ നിശ്ചയിച്ച് പാടി ചോദിക്കുമ്പോൾ അത് കൊടുത്ത് തിരിച്ച് അതിന് മംഗളം പാടിയതിന് ശേഷം തിരിച്ച് വീണ്ടും
അഷ്ടമംഗല്യ വിളക്കുമായി എത്തി ക്ഷേത്രത്തിൻ്റെ ഇവിടെ പാടി തിരിച്ച് വലം വെച്ച് യാത്രയാക്കുന്നതോടുകൂടിയാണ് വള്ളസദ്യയുടെ ചടങ്ങുകൾ സമാപിക്കുന്നത്. ഇന്ന് അങ്ങനെ 10ഓളം വള്ളസദ്യ ഉണ്ട്. കൂടാതെ ഇന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് ഇന്ന് കെ എസ് ആർ ടി സിയുടെ ഇതുകൊണ്ട് നമ്മൾ കെ എസ് ആർ ടി സി, അതായത് പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഒരു രീതിയിലുള്ള കെ എസ് ആർ ടി സി നമ്മളുമായിട്ട് ആലോചിച്ചുകൊണ്ടുള്ള ഡെയിലി 400 പേരോളം വരുന്ന കെ എസ് ആർ ടി സി ഇത് പാഞ്ചേനിയിൽ നടക്കുന്നു. പിന്നെ നമ്മുടെ ഇത് പ്രധാനപ്പെട്ട വ്യക്തികൾ ഇന്ന് വിളിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ വഴിപാടുകളുണ്ട്. അത് ഇന്ന് 2 വള്ളത്തിന് ചെറുകോലിനും ഇടശ്ശേരിമലയ്ക്കും ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഈ രാവിലെ ഉദ്ഘാടനം ചെയ്യുന്നത് കെ മുരളീധരനാണ്. അദ്ദേഹം രാവിലെ തിരിച്ച് വെളുത്തി അദ്ദേഹം എടശ്ശേരിമല പള്ളിയോടെ നീരണിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ വന്ന് അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത് ഭദ്രദീപം കൊളുത്തി ഭഗവാൻ വിളമ്പി കഴിഞ്ഞാൽ ഉടനെ ഈ ചടങ്ങുകൾ ആരംഭിക്കുകയായി. പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ അറിയിക്കുന്നത് 500ഓളം വള്ളസദ്യകൾ ഇതിനോടകം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് റെക്കോർഡാണ്. കുറഞ്ഞ കാലയളവിലാണ് ഇത്തവണ ഉള്ളത്. 56 ദിവസം മാത്രമാണ് ഇത്തവണ ഉള്ളത്. അതിനോടകം തന്നെ 500ഓളം വള്ളസദ്യകൾ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തിരിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ ഇതുമായി ബന്ധപ്പെട്ട് പള്ളിയോട സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികൾക്ക് തുടക്കമാകും. ദേവസ്വം മന്ത്രി കെ മുരളീധരനാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രത്യേക മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വഴിപാടായി 2 കരകൾക്ക് ഇന്ന് വഴിപാട് സമർപ്പണവും നടക്കുന്നുണ്ട്. രാവിലെ ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്ര കെടാവിളക്കിലെ ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്ന് മേൽശാന്തി പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾക്ക് കൊടിമര ചുവട്ടിൽ ദീപം കൈമാറും. ഇതോടുകൂടിയാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. തുടർന്ന് ആനക്കൊട്ടിലിൽ ദീപം കൊളുത്തി ഇലയിൽ വിഭവങ്ങൾ വിളമ്പുന്നതോടെ സദ്യയ്ക്ക് തുടക്കമാകും. പിന്നീട് സദ്യാലയങ്ങളിൽ സദ്യ വിളമ്പി തുടങ്ങും. ഇങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷം ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ 10ഓളം സദ്യാലയങ്ങൾ ക്ഷേത്രത്തിന് ഉള്ളിലും പിന്നീട് ബാക്കിയുള്ളവ പുറത്തുമുണ്ടാകും. എല്ലാ ദിവസവും 16-ൽ കൂടുതൽ സദ്യകൾ നടക്കുന്നുണ്ട് എന്നുള്ള പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ അറിയിക്കുന്നത്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം, ആറന്മുള ദേശത്തെ സംബന്ധിച്ചിടത്തോളം വഞ്ചിപ്പാട്ടിൻ്റെ ഈരടിയിൽ ഭക്തിസാന്ദ്രമായിട്ടുള്ള ദിവസങ്ങൾ ആയി മാറുകയാണ്. KP ഹരിശ്രീ. സർദിനിയാണ് ഈ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നാടൊന്നാകെ ആ ഒരു പ്രത്യേക താളത്തിൽ അല്ലേ, ആ ഒരു താളം, പ്രത്യേക സ്വാദ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വൈകാരികമായ സദ്യക്ക് പോയിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യമെങ്കിലും പോകണമെന്നുണ്ട്. എനിക്ക് പോകാനുള്ള സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. പക്ഷെ ഈ എനിക്ക് എന്തായാലും കറക്റ്റ് 1 വർഷം ആകുകയാണ്. എനിക്ക് എന്തായാലും കഴിഞ്ഞ തവണ ആറന്മുള സദ്യക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു അത്? ആ ഒരു അനുഭവം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയി. ഒരു 1 മണി 1:30 കഴിഞ്ഞു. അപ്പം എന്തായാലും എല്ലാവരും പറഞ്ഞു ഇന്ന് എനിക്ക് കിട്ടില്ല, ലേറ്റ് ആയി. കാരണം ക്യൂ ഒക്കെ ഇങ്ങ് അറ്റം വരെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഈശ്വരന്റെ ഒരു ഭാഗ്യം എന്ന് പറയാം. അതെ, ആദ്യമായിട്ട് ഞാൻ പോയപ്പോൾ തന്നെ എനിക്കത് കഴിക്കാൻ പറ്റി. ആ ഒരു ഭാഗ്യം ഈ പ്രാവശ്യം എനിക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.